പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. നീണ്ട 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എത്തിയ വലിയ വിമാനത്തിന് വിമാനത്താവളത്തിൽ ഗംഭീര വരവേൽപ്പാണ് അധികൃതർ ഒരുക്കിയത് തന്നെ. പൈലറ്റ് എസ് യാദവിനെയും വിമാന ജീവനക്കാരെയും യാത്രക്കാരെയും കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിൽ എംപിമാരും വിമാനത്താവളം അധികൃതരും ചേർന്ന് അങ്ങനെ ഗംഭീര വരവേൽപ്പ് തന്നെ നൽകി. ഉപദേശക സമിതി അംഗം എ നസീർ, MDF ചെയർമാൻ KM ബഷീർ, K രമേശ്, CPM ആഷിർ അലി, ജിദ്ദ KMCC ഭാരവാഹികളായ മജീദ് അരിമ്പ്ര, ജലീൽ കുന്നക്കാടൻ, അഷ്റഫ് പഴേരി, BJP ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത്, K രാമചന്ദ്രൻ, M പ്രേംകുമാർ, B ചന്ദ്രൻ തുടങ്ങിയവർ വിമാനത്താവളത്തിലെത്തി സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. MDF, KMCC, SYS തുടങ്ങിയ സംഘടനകൾ യാത്രക്കാർക്ക് പൂക്കളും മധുരവും നൽകി. DGCAയുടെ അനുമതി ലഭിച്ചാൽ രാത്രി യാത്രയ്ക്ക് ഒരുക്കമാണെന്നും കോഴിക്കോട് വിമാനത്താവളം അതിന് അനുയോജ്യമാണെന്നും ജിദ്ദ കോഴിക്കോട് സെക്ടറിൽ എയർ ഇന്ത്യയുടെ ജംബോ വിമാനം പറത്തിയെത്തിയ പൈലറ്റ് നിതിൻ S യാദവ് പറയുകയുണ്ടായി. നിലവിൽ രാത്രി യാത്രയ്ക്ക് കരിപ്പൂരിന് അനുമതി ലഭിച്ചിട്ടില്ല. വൈമാനികരും സഹവൈമാനികൻ നന്ദകിഷോറും 12 ജീവനക്കാർക്കും ഹൃദ്യമായ സ്വീകരണമാണ് വിമാനത്താവളത്തിൽ ലഭിച്ചത് തന്നെ. എയർ ട്രാഫിക് മാനേജ്മെന്റ് ചീഫ് K മുഹമ്മദ് ഷാഹിദിന്റെ നേതൃത്വത്തിൽ എയർ ട്രാഫിക് ഉദ്യോഗസ്ഥരായ VP രാമചന്ദ്രൻ, P അരുൺദാസ്, അഖില രമേശ് എന്നിവർ വിമാന ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തു. ഞായറാഴ്ച രാത്രി പ്രാദേശിക സമയം 11:15 ജിദ്ദയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം തിങ്കൾ രാവിലെ 7:05 കരിപ്പൂരിലെത്തുന്നതായിരിക്കും. ഈ വിമാനം അന്ന് വൈകിട്ട് 5:30 കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട് രാത്രി 9:15 ജിദ്ദയിലെത്തും. വെള്ളി രാത്രി 11:15 ജിദ്ദയിൽ നിന്ന് പുറപ്പെട്ട് ശനി രാവിലെ 7:05 കോഴിക്കോട്ടെത്തി അന്ന് വൈകിട്ട് 5:30 പുറപ്പെട്ട് രാത്രി 9:15 ജിദ്ദയിലെത്തുന്ന രീതിയിലാണ് രണ്ടാമത്തെ സർവീസ് ഒരുക്കിയിരിക്കുന്നത്. ഇതോടുകൂടി യാത്രക്കാർക്കും ഡബിൾ ഹാപ്പിയാണ്. പ്രവാസികൾക്ക് ഇത് പകരുന്നത് ശുഭപ്രതീക്ഷയാണ്. എയർ ഇന്ത്യയുടെ തിരിച്ചുവരവ് സന്തോഷം തരുന്നതെന്ന് ഇന്നലെ എത്തിയ വിമാനത്തിലെ യാത്രക്കാരനായ പുളിക്കൽ സ്വദേശി പറയിൽ മുജീബ് പറയുകയുണ്ടായി. ടിക്കറ്റ് നിരക്ക് താരതമ്യേന കുറവാണെന്ന് മുജീബ് പറഞ്ഞു. 45 കിലോഗ്രാം ബാഗേജും 70 കിലോ ഹാൻഡ് ബാഗും അനുവദിക്കുന്നുണ്ട്. മറ്റു വിമാനങ്ങളിൽ 30 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിങ്ങനെയാണ്. ഇത്തരത്തിൽ പ്രവാസികൾക്ക് സന്തോഷം പകർന്നുകൊണ്ടാണ് ജംബോ വിമാനം, അതായത് ഏറ്റവും വലിയ വിമാനം കരിപ്പൂരിൽ എത്തിയിരിക്കുന്നത്. അതും 5 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം. ഇത്തരത്തിൽ ജംബോ വിമാനത്തിന്റെ തിരിച്ചുവരവ് പ്രവാസികൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു. അത്തരം സന്തോഷമാണ് പ്രവാസികൾക്ക് ഈ ജംബോ വിമാനത്തിന്റെ തിരിച്ചുവരവ് പകർന്നു നൽകിയത് തന്നെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കരിവെണ്ണ പൈസ